ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്നുള്ള മോചനമെന്ന സ്വപ്നവുമായി 4 മാസം മുൻപാണ് തൂക്കുപാലം സ്വദേശിനിയായ ജാസ്മിൻ മറിയം റാവുത്തർ എന്ന വീട്ടമ്മ കുവൈറ്റിലെത്തുന്നത്. എന്നാൽ വാഗ്ദാനം ചെയ്ത പോലുള്ള ജോലിയായിരുന്നില്ല ജാസ്മിൻ അവിടെ ലഭിച്ചത്. തൊഴിലുടമയുടെ പീഡനം കൂടിയായതോടെ ഏജന്റിനെ ബന്ധപ്പെട്ടു. എന്നാൽ ഇവരെ വിദേശത്തേക്ക് കൊണ്ടുപോയ ഏജൻസി ഇവരെ മറ്റൊരിടത്ത് തടങ്കലിൽ പാർപ്പിക്കുകയായിരുന്നു. 27 ദിവസത്തെ ദുരിത ജീവിതത്തിന് ശേഷമാണ് ജാസ്മിൻ നാട്ടിൽ മടങ്ങിയെത്തിയത്. 12 ദിവസം ജോലി ചെയ്തു. 8 ദിവസം ബാത്റൂമിലെ വെള്ളം കുടിപ്പിച്ചാണ് അതിനെ ജീവിപ്പിച്ചത്. അവിടെ നമ്മളെ കൊണ്ടുപോയിട്ട് റൂമിനകത്ത് പൂട്ടിയിടുവാണ്. 7 നിലയുടെ മണ്ടയ്ക്കാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പടി ഇറങ്ങി പോയാൽ പോലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ലോക്ക് പൂട്ടിയിട്ടിട്ടാണ് അവർ പോകുന്നത്. ആഹാരവും ഇല്ല. സുഹൃത്തായ ലിഷയാണ് ജാസ്മിന്റെ ദുരിത ജീവിതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതാണ് മൺസൂൺ. മൺസൂൺ കണ്ണൂരാന്നാ പറഞ്ഞത്. കണ്ണൂരാണ് താമസിക്കുന്നത്. നേരിട്ട് കണ്ടിട്ടില്ല. തന്നെപ്പോലെ തൊഴിൽ തട്ടിപ്പിനിരയായ നിരവധി പേർ വിദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് ജാസ്മിൻ പറയുന്നത്. കണ്ണൂരിലെ ഏജന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ജാസ്മിനും കുടുംബവും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.